ഹലോ ഹലോ വോയിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. ബോർഡിൽ എഴുതിയത് ക്ലിയർ ആണല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ കറക്റ്റ് ആയിട്ട്? ഉണ്ട് സർ. കാണുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്കിനി സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളൊന്നും തുടക്കം പറഞ്ഞു പോവാം. ഓക്കെ, സ്പെക്ട്രൽ റേഡിയസ് എന്താണെന്ന് പറയാൻ പോകുന്നത്. ഇപ്പം എ ഒരു n/n മെട്രിക്സ്. ഓക്കെ, എക്ക് എത്ര ഐഗൺ വാല്യൂ ഉണ്ടാവും? n നമ്പർ ഓഫ് ഐഗൺ വാല്യൂ ഉണ്ടാവും. നമുക്ക് λ1, λ2 എക്സെട്ര λn എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ സ്പെക്ട്രൽ റേഡിയസ് എന്ന് പറയുന്നത് മാക്സിമം ഓഫ് മോഡ് λ1, മോഡ് λ2 എക്സെട്ര മോഡ് λn. ഇപ്പൊ ഓരോ ഐഗൺ വാല്യൂ, ഇപ്പൊ ഓരോന്നിന്റെ മോഡുലസ് എടുക്കാം. ആ മോഡുലസിന് ഏതിനാണോ മാക്സിമം വാല്യൂ വരുന്നത് അതാണ് ആ മെട്രിക്സിന്റെ സ്പെക്ട്രൽ റേഡിയസ്. ഒരു ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഐഗൺ വാല്യൂസ് 1, 2, 3, 5 ആണെന്ന് വരിക. ഒരു 4x4 മെട്രിക്സിന്റെ ഏന്ന് പറഞ്ഞ ഒരു 4x4 മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ 1, 2, 3, 4 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ മോഡുലസ് 1 എന്താ? 1, മോഡുലസ് 2, 2, 3, ഇതിനൊക്കെ മോഡുലസ് വാല്യൂ തന്നെ. അപ്പൊ എന്താ? മാക്സിമം ഓഫ് 1, 2, 3, 4. മാക്സിമം വാല്യൂ എത്രയാ? 5 അല്ലേ? അപ്പൊ എന്താ? ഈ മെട്രിക്സിന്റെ സ്പെക്ട്രൽ റേഡിയസ് എന്ന് പറയുന്നത് 5 ആണ്. ഇതിപ്പോ നമ്മൾ റിയൽ വാല്യൂ എടുക്കും. ഇനിയിപ്പോ ഒരു ഐഗൺ വാല്യൂസ് 2, 1, 1 + 2i, 1 + 3i എന്ന് വിചാരിക്കാം. ഇതാണ് ഈ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ എങ്കിൽ എന്തായിരിക്കും സ്പെക്ട്രൽ റേഡിയസ്? മാക്സിമം ഓഫ് മോഡുലസ് ഓഫ് 2, മോഡുലസ് ഓഫ് 1, മോഡുലസ് ഓഫ് 1 + 2i, മോഡുലസ് ഓഫ് 1 + 3i അല്ലേ? 2ന്റെ മോഡുലസ് വാല്യൂ 2 തന്നെ, 1ന്റെ 1ന് 1 + 2i എങ്ങനെയാണ്? 1 + 2iയുടെ മോഡുലസ് എത്രയാ? √ 1² + 2² എത്രയാ? √5 അല്ലേ? √5. ഇനി 1 + 3i എങ്ങനെയാ? 1² + 3², 10 വരും. √10. ഇതിനകത്ത് ഏത് വാല്യൂ വലുത്? 2 ആണോ? നമുക്ക് 2ന് എങ്ങനെ എഴുതാം? √4 എന്ന് എഴുതാം അല്ലേ? 2ന്റെ വാല്യൂ √4 എന്ന് എഴുതാലോ. അതായത് √5ന്റെ വാല്യൂ 2.something ആണ്. √5ന്റെ വാല്യൂ 2.something ആണ്. √10ന്റെ വാല്യൂ 3.something ആണ്. അപ്പൊ √10 ആണ് വലുത്. അപ്പം നമ്മളിപ്പം പുതിയ എടുത്ത മെട്രിക്സിന്റെ സ്പെക്ട്രൽ റേഡിയസ് എന്ന് പറയുന്നത് √10 ആണ്. ഇതിലാർക്കും ഡൗട്ട് ഇല്ലാലോ? ഓക്കെ അല്ലേ? ഇപ്പം x ഒരു വെക്ടർ ആണ്. x2, x1, x2 എക്സെട്ര xn.
വൈയും ഒരു n/1 വെക്ടർ y1 y2 എക്സെട്രാ yn. ഓക്കെ, ഇനി ഇന്നർ പ്രൊഡക്റ്റ് എന്താണെന്ന് പറയുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റ്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് നമ്മൾ ഈ ഏരോ സിമ്പലിന്റെ ഉള്ളിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ നമ്മൾ ഇങ്ങനെയാണ് ഒരു എക്സിന്റെ വൈന്റെ ഇന്നർ പ്രൊഡക്റ്റ് പറയുക. ഈക്വൽ ടു സമ്മേഷൻ I equal to 1 to n xi into yi യുടെ കോൺജുഗേറ്റ്. അതെങ്ങനെ പറയാം? x into y bar അല്ലെങ്കിൽ y സ്റ്റാർ എന്ന് പറയാം. x into y സ്റ്റാർ അല്ലെങ്കിൽ y തീറ്റ, എക്സിന്റെയും വൈന്റെയും ട്രാൻസ്വേഴ്സ് കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ എന്ന് വെച്ചാൽ നമ്മുടെ ഐയുടെ വാല്യൂഷൻ 1 to n ആണ്. അപ്പൊ എന്താ x1 y1ന്റെ കോൺജുഗേറ്റ് പ്ലസ് x2 into y2ന്റെ കോൺജുഗേറ്റ് പ്ലസ് എക്സെട്രാ xn into yn-ന്റെ കോൺജുഗേറ്റ്. ഇതാണ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ x1 x2 അത് x ഇൻറ്റു എക്സ് ഒരു n/1 വെക്ടർ ആണ്, x ഇൻറ്റു y തീറ്റ. y തീറ്റ ആണെന്നത് വൈയുടെ ട്രാൻസ്പോസ് കോൺജുഗേറ്റ്, അതായത് x1 into x2 എക്സെട്രാ xn ഇൻറ്റു വൈയുടെ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് എടുത്താൽ എങ്ങനെ ഉണ്ടാവുക? y1 കോൺജുഗേറ്റ് y2 കോൺജുഗേറ്റ് എക്സെട്രാ yn കോൺജുഗേറ്റ്. ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് മാത്രമേ മൾട്ടിപ്ലൈ ആവും, മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ആലോചിച്ചാൽ മതി. അത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ വെച്ചാൽ സമ്മേഷൻ i equal to 1 to n xi yi കോൺജുഗേറ്റ്. ഇപ്പൊ x1 എടുത്താൽ അവിടെ y1ന്റെ കോൺജുഗേറ്റ് എടുക്കണം, x2 എടുത്താൽ y2ന്റെ കോൺജുഗേറ്റ് എടുക്കണം. അപ്പൊ ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ x1 equal to 1 2 3 4 x y equal to 3 minus 4 2 i എടുക്കാം. അപ്പൊ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ എന്താണ്? സമ്മേഷൻ i equal to 1 to n xi into yi കോൺജുഗേറ്റ്. അതായത് x1 എന്താ ഇവിടെ 1 into 3യുടെ കോൺജുഗേറ്റ്. 3 ഒരു റിയൽ നമ്പർ ആയതുകൊണ്ട് 3യുടെ കോൺജുഗേറ്റ് 3 തന്നെയാണ്. അപ്പം a പ്ലസ് ഐ ബി ആണ് ഒരു നമ്പർ. a പ്ലസ് ഐയുടെ കോൺജുഗേറ്റ് എന്ന് വെച്ചാൽ a മൈനസ് ഐ ബി. ഇനി വെറും ഐ ബി എന്ന ഫോമിലാണ് ഉള്ളതെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്താ? മൈനസ് ഐ ബി ആണ് അതിന്റെ കോൺജുഗേറ്റ്. അപ്പം എ ഒരു റിയൽ നമ്പർ ആണെങ്കിൽ റിയൽ നമ്പറിന്റെ കോൺജുഗേറ്റ് അതേ നമ്പർ തന്നെ. കോൺജുഗേറ്റ് ഓഫ് എ എന്ന് പറയുന്നത് എ തന്നെ, എ റിയൽ നമ്പർ ആണെങ്കിൽ പ്ലസ് 2 into -4ന്റെ കോൺജുഗേറ്റ് പ്ലസ് 3 into 2യുടെ കോൺജുഗേറ്റ് പ്ലസ് 4 into -iയുടെ കോൺജുഗേറ്റ്. അപ്പൊ എന്താ വരിക? 1 into 3 plus 2 into -4 -8 plus 6 -iയുടെ കോൺജുഗേറ്റ് എന്താ? i. ഓക്കെ, അപ്പൊ എന്താ? 4i. 9 minus 8 1 plus 4i. ഇതാണ് ഇതിന്റെ ഇന്നർ പ്രൊഡക്റ്റ്. പറഞ്ഞത് മനസ്സിലായോ? ആരൊക്കെങ്കിലും മനസ്സിലാകത്തുണ്ട് ഇന്നർ പ്രൊഡക്റ്റ്? ഓക്കെ, ഇവിടെ ഐയുടെ കോൺജുഗേറ്റ് ആണ്, അപ്പൊ മൈനസ് ഐ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താ? 1 minus 4i ആവും. ഓക്കെ,
അപ്പൊ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എക്സ് എന്താ? എക്സിനെ എക്സ് കൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്ത് എന്താ? സമ്മേഷൻ i equal to 1 to n xi into xi യുടെ കോൺജുഗേറ്റ്. അതായത് xi into xi യുടെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് മോഡ് xi സ്ക്വയർ ആണ്. അപ്പൊ എന്ത് വരും? ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് ആണ്, എക്സ് വൈ അല്ല കേട്ടോ, എക്സ് എക്സ്. ഇതിനോട് തന്നെ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്താൽ എന്താ കിട്ടുക പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ എങ്ങനെ കുറച്ചുകൂടി സിമ്പിൾ ആക്കിയത് സമ്മേഷൻ i equal to 1 to n മോഡ് xi യുടെ സ്ക്വയർ. ഓക്കെ, അപ്പൊ എന്താ വരാ? മോഡ് 1 സ്ക്വയർ പ്ലസ് മോഡ് 2 സ്ക്വയർ പ്ലസ് മോഡ് 3 സ്ക്വയർ പ്ലസ് മോഡ് 4 സ്ക്വയർ അല്ലേ? അപ്പൊ 1 പ്ലസ് 4 പ്ലസ് 9 പ്ലസ് 16 എന്ത് വരും? 30. അപ്പൊ നോം ഓഫ് എക്സ് എന്ന് പറയുന്നത് 30. അപ്പൊ വൈയുടെ നോം എന്തായിരിക്കും? നോം ഓഫ് വൈ, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വൈ എന്താണ്? ഒന്ന് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന്. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വൈ മോഡുലസ് ഓഫ് ഐ എന്ന് പറയുന്നത് 1 ആണ്. മോഡുലസ് ഓഫ് മൈനസ് ഐ എന്ന് പറയുന്നതും 1 ആണ്. എത്രയാണ് വാല്യൂ വരിക? 23 ആണ്. ഓക്കെ, അപ്പൊ എന്താ വരിക? മോഡ് 3യുടെ സ്ക്വയർ പ്ലസ് മോഡ് -4 മോഡുലസ് ഓഫ് -4ന്റെ സ്ക്വയർ പ്ലസ് മോഡ് 2യുടെ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് ഐ സ്ക്വയർ അല്ലേ? അപ്പൊ 9 പ്ലസ് 16 പ്ലസ് 4 പ്ലസ് 1 വാല്യൂ എത്ര വരിക? 30 അല്ലേ? 30. ഓക്കെ, നോ വൈ എന്താണ്? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വൈ എന്താണ്? ഇത് കൂടി ചെയ്ത് നോക്കി, പെട്ടെന്ന് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. മോഡുലസ് ഓഫ് എ പ്ലസ് ഐ ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പം മോഡുലസ് ഓഫ് എ പ്ലസ് ഐ ബിയുടെ സ്ക്വയർ എടുക്കുക, രണ്ട് സൈഡ് സ്ക്വയർ എടുത്ത് എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ അത് വെച്ച് പെട്ടെന്ന് ചെയ്തേ. എത്ര കിട്ടിയത്? മോഡൽസ് ഓഫ് 2 പ്ലസ് 3യുടെ എന്താ കിട്ടുക? 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എത്രയാ? 9 പ്ലസ് 4 13. ഇവിടെ എന്താ വരിക? കറക്റ്റല്ലേ? യെസ് സർ. മാൻഡേറ്റ് അല്ലേ? യെസ് സർ. ഓക്കെ,
അപ്പൊ ഇന്നർ പ്രൊഡക്റ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ ചെയ്യണമെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യാൻ അറിയണം. അതിനുവേണ്ടി ടോപ്പിക് പറഞ്ഞു. ഈ 4 - 2i ഹോൾ സ്ക്വയർ മോഡുലസ് ഹോൾ സ്ക്വയർ വരുമ്പോഴേ അപ്പൊ a² - b² വരും. അതിന്റെ വാല്യൂ a² + ഇതല്ലേ ചോദിച്ചത്? ആ ഓക്കെ, അപ്പൊ എന്താ a² + b² അല്ലേ ഞാൻ പറഞ്ഞത്? ഇവിടെ എയുടെ വാല്യൂ എന്താ? അതല്ല, മൈനസ് വരുമ്പോഴും a² + b² തന്നെയാണോ വരിക? അതെ, ഇപ്പൊ എയുടെ വാല്യൂ 4ഉം ബിയുടെ വാല്യൂ -2 അല്ലേ? അതിന്റെ സ്ക്വയർ. a+ib മോഡുലസിന്റെ സ്ക്വയർ എപ്പോ ഈക്വൽ ആയിരിക്കും. അത് അവിടെ മൈനസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്വയർ ചെയ്യുന്ന മൈനസ് അങ്ങ് പോവുമല്ലോ. അടുത്ത ഒരു ഡെഫിനിഷൻ. The set of vectors u1, u2, etc. un in an inner product space. ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് വെച്ചാൽ ഒരു സെറ്റ് വിത്ത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് അവിടെ ഡിഫൈൻ ചെയ്തതാണ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിനെ യു, ഇതാണ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഡിഫൈൻ ചെയ്തത് ഒരു സെറ്റ് യു. ഓക്കെ, യുവിനകത്ത് വെക്ടേഴ്സ് ഉണ്ടാവുക, അതായത് ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തു. So a set of vectors u1, u2, etc. un is in an inner product space is called orthogonal if ui, uj, inner product of ui, uj equal to 0, I not equal to j. അതായത് നമ്മൾ നേരത്തെ എക്സും വൈയും എടുത്തില്ലേ, അപ്പൊ എക്സും വൈയും എടുത്താൽ 0 കിട്ടണം. അപ്പൊ ഇവിടുന്ന് ഈ സെറ്റ് ഓഫ് വെക്ടർ u1, u2, etc. un അതിനകത്തുള്ള u1, u2 എടുത്താൽ എന്ത് കിട്ടും? ഇന്നർ പ്രൊഡക്റ്റ് 0 കിട്ടും. അങ്ങനെ ഏത് u1ഉം u2 ഏത് ui, uj ഇതിനകത്തൊരു ui എന്ന് പറഞ്ഞ എലമെന്റ് എടുക്കുക, uj എന്ന് പറഞ്ഞ എലമെന്റ് എടുക്കുക. അപ്പൊ അത് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്താൽ 0 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിന് നമ്മൾ ഓർത്തോഗണൽ സെറ്റ് എന്ന് പറയും. ഓർത്തോഗണൽ സെറ്റ്. I not equal to j, I equal to j ആണോ? അതായത് ui, ui ഇത് 0 ആവണമെന്ന് നിർബന്ധമില്ല, ഇത് 0 ആവില്ല. അപ്പൊ ഏത് രണ്ടെണ്ണം ഐയും ജെയും ഈക്വൽ വെക്ടേഴ്സ് ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സിന് എടുക്കുന്നു, u1, u2, etc. un എന്നാണ് സെറ്റ് ഓഫ് u1ഉം വേറെ ഏതെങ്കിലും ഒരു u3ഓ u4ഓ അങ്ങനെ അത് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്താലും അങ്ങനെയാണെങ്കിൽ അപ്പൊ ഏത് ui, uj എടുത്താലും 0 കിട്ടണം. ഓർത്തോഗണൽ സെറ്റ് എന്ന് പറയും. to n ui, uj bar. ഓക്കെ, പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്ത് ഇങ്ങനെ ഏത് എടുത്താലും നമുക്ക് ആ സെറ്റ് ഓഫ് വെക്ടേഴ്സിനെ പറയുന്നതാണ് ഓർത്തോഗണൽ സെറ്റ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഡെഫിനിഷൻ, നമ്മളിപ്പം പറഞ്ഞ ഓർത്തോഗണലാണ്. ഇനി അടുത്ത ഓർത്തോ നോർമൽ. u1, u2, etc. un is an orthonormal set. രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, u1, u2, etc. un is an ഓർത്തോഗണൽ സെറ്റ് ആവണം.
ഫസ്റ്റ് ഇതൊരു ഓർത്തോഗണൽ സെറ്റ് ആവണം. ഓർത്തോഗണൽ സെറ്റ് എന്തായിരുന്നു? ഏത് യു ഐ യു ജെ ഐ നോട്ട് ഈക്വൽ ടു ജെ ആയ ഏത് യു ഐ യു ജെ എടുത്താലും അതിന്റെ ഇന്നർ പ്രൊഡക്റ്റ് 0 വരും. അതാണ് ഓർത്തോഗണൽ സെറ്റ്. ഓർത്തോ നോർമൽ ആവണമെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റ് ഫസ്റ്റ് ഓർത്തോഗണൽ ആവണം. രണ്ടാമത്തത് യു ഐ ഈക്വൽ ടു 1. അതായത് ഇതിനകത്തൊരു U1 എടുത്ത് ഇന്നർ പ്രൊഡക്റ്റ് U1 എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതായത് U1 എന്ന് പറയുന്നത് നോം ഓഫ് U1 ആണ്. ഇത് 1 ആയിരിക്കണം. അപ്പൊ ഇതിനകത്തുള്ള ഓരോ വെക്ടറിന്റെയും നോം 1 ആയിരിക്കണം. ഓരോ വെക്ടറിനെയും അതിനോട് തന്നെ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്താൽ നമുക്ക് 1 കിട്ടണം. ഓർത്തോഗണൽ സെറ്റ് ആവണം. നോം 1 വന്നാൽ അത് ഓർത്തോ നോർമലായി. ക്ലിയർ ആണല്ലോ? ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ, ഇതാണ് സെറ്റ് ഓഫ് വെക്ടേഴ്സ്. ഇതിന്റെ U1 എടുക്കാം, U2 U3. ഇത് ഓർത്തോഗണൽ ആവണം. എന്താണോ ഇതിനകത്ത് ഏത് രണ്ടെണ്ണം എടുത്ത് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്താലും 0 കിട്ടണം. ഇത് രണ്ടും ഇന്നർ പ്രൊഡക്റ്റ് ചെയ്താൽ 0 കിട്ടും. ഓക്കെ, എങ്ങനെയാ? 2 0 0 0 1 0 2 into 0 plus 0 into 1 plus 0 into 0 0 കിട്ടും. ഇത് രണ്ടും ചെയ്താലും 0 കിട്ടും. ഇത് രണ്ടും ചെയ്താലും 0 കിട്ടും. അപ്പൊ ഇതൊരു ഓർത്തോഗണൽ സെറ്റാണ്. ഓർത്തോഗണൽ. ഇനി ഓർത്തോ നോർമൽ ആവണ എന്താണ്? ഓരോ യു ഐയുടെയും നോം എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇപ്പൊ ഈ 2 0 0ന്റെ നോം എന്താ? 2 0 0 നോം വെച്ചാൽ ഇന്നർ പ്രൊഡക്റ്റ് UI U1 അതായത് 2 0 2 0 0 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ എന്താ? 2 into 2യുടെ കോൺജുഗേറ്റ് പ്ലസ് 0 into 0 പ്ലസ് 0 into 0. 2യുടെ കോൺജുഗേറ്റ് 2 തന്നെയാണ് 4. ഇന്നർ പ്രൊഡക്റ്റ് U1 4 ആ കിട്ടുന്നത്. എന്താ? നോട്ട് ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഇത് ഓർത്തോ നോർമൽ ആവുമോ? ഇതിന്റെ നോം എടുത്താൽ 1 ആണ് കിട്ടുക. ഇതിന്റെ നോം എടുത്താൽ നമുക്ക് 9 ആ കിട്ടുക. 3യുടെ സ്ക്വയർ ആ കിട്ടുക. ഓർത്തോ നോർമലും ഓർത്തോഗണലും ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ലാലോ? മൂവ് ചെയ്യട്ടെ. U1 U2 U3 കോളം വൈസ് അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല, എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ കോളം വൈസ് ആണ് എഴുതുക സാധാരണ. x1 x2 etc xn. അപ്പം ഇതിന് ഓർത്തോഗണൽ സെറ്റാണ് നമുക്ക് മനസ്സിലായേണ്ടത്. ഏത് രണ്ടെണ്ണം എടുത്ത് ഇന്നർ പ്രൊഡക്റ്റ് എടുത്താലും നമുക്ക് 0 കിട്ടുന്നത് ഓർത്തോഗണൽ ആണിത്. ഒരു ഓർത്തോഗണൽ സെറ്റിന് നമുക്ക് ഒരു ഓർത്തോ നോർമൽ സെറ്റ് ആക്കാം. ഓർത്തോഗണലിൽ നിന്ന് നമുക്ക് എന്താക്കാം? ഓർത്തോ നോർമൽ ആക്കാം. അതെങ്ങനെയാ വെച്ചാൽ U1 ഓർത്തോഗണൽ ആണെന്ന് വിചാരിക്കുക. U1 ഓർത്തോഗണൽ. അതിന്റെ നോം ഇന്നർ പ്രൊഡക്റ്റ് U1 എടുത്തിട്ട് 1 അല്ല കിട്ടുന്നതെങ്കിൽ ഓർത്തോഗണൽ എടുത്താൽ U1 ഡിവൈഡ് ബൈ നോം U1 എടുത്താൽ മതി. ഒരു വെക്ടറിനെ അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് ഓർത്തോ നോർമലായി. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ എന്താക്കുക? വെക്ടർ 2 0 0 ഇതിന്റെ നോം എത്ര? ഇന്നർ പ്രൊഡക്റ്റ് U1 എടുക്കുക. ഇന്നർ പ്രൊഡക്റ്റ് U1 എന്ന് പറയുന്നത് 4 ആണ് കിട്ടിയിട്ടുണ്ട്. അതായത് നോം ഓഫ് U1 സ്ക്വയർ 4 ആണ്. അപ്പൊ എന്താ? നോം ഓഫ് U1 എന്താ? 2 ആണ് അല്ലേ?
ഒരു വെക്ടറിനെ ഓർത്തോഗണൽ ആയിട്ടുള്ള ഒരു വെക്ടറിനെ ഓർത്തോ നോർമൽ ആക്കണമെങ്കിൽ അതിന് നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ ഈ ഓർത്തോ നോർമലിന്റെ നോം എടുത്തു നോക്ക്. അത് u1 ബൈ നോം u1 ഇൻറ്റു u1 ബൈ നോം u1. ഇതാണ് ഇപ്പൊ നമ്മുടെ വെക്ടർ. ഇപ്പൊ നോം ഒരു കോൺസ്റ്റന്റാ, ഒരു കോൺസ്റ്റന്റ് സാധനം, അതിനെ നമുക്ക് പുറത്തെടുക്കാം. അപ്പൊ എന്തായി? 1 ബൈ നോം u1 വന്നു ഇൻറ്റു 1 ബൈ നോം u1. ഇവിടുന്ന് നമ്മൾ നോമിനെ പുറത്തെടുത്തു. ബാക്കി എന്താ ഉള്ളത്? u1. അതായത് 1 ബൈ നോം u1ന്റെ സ്ക്വയർ ഇൻറ്റു എന്താ u1 എന്താ മീനിങ്? നോം u1 സ്ക്വയർ. ഇന്നർ പ്രൊഡക്റ്റ് ui എന്ന് പറയുന്നത് എന്താ? നോം യുടെ സ്ക്വയർ ആണ്. അപ്പം നോം u1 ഇന്നർ പ്രൊഡക്റ്റ് u1 എന്ന് പറഞ്ഞാൽ നോം u1 സ്ക്വയർ. അപ്പോൾ ഇവിടെ നോം u1 സ്ക്വയർ ഉണ്ട്, ഇവിടെ നോം u1 സ്ക്വയർ ഉണ്ട്. അപ്പൊ രണ്ടും ക്യാൻസൽ ചെയ്താൽ കിട്ടും 1 കിട്ടും. അപ്പൊ ഇതിന്റെ നോം എന്താണ്? 1 ആണ്. ഒരു ഓർത്തോഗണൽ സെറ്റ് u1നെ ഓർത്തോ നോർമൽ ആക്കാൻ അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇന്നർ പ്രൊഡക്റ്റ് u1 കാണാം. അതെന്താ? നോമിന്റെ സ്ക്വയർ ആണ്. ഒരു ഫോർ എക്സാമ്പിൾ, ഇതിന്റെ നോം എന്താ? u1ന്റെ നോം 1 ആണ്. u1ന്റെ നോം എന്താ? ഇന്നർ പ്രൊഡക്റ്റ് u1 എന്താ? ആണോ? ആ, ഇന്നർ പ്രൊഡക്റ്റ് u1 എന്നത് 2 ആണ്. ഓക്കെ, അതായത് നോം u1 സ്ക്വയർ ഈക്വൽ ടു 2. ഇപ്പൊ നോം u1 എന്തായിരിക്കും? u1ന്റെ സ്ക്വയർ 2 ആണെങ്കിൽ നോം u1 എന്തായിരിക്കും? √2. കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇത് ഓർത്തോ ഗണനാക്കണമെങ്കിൽ ഓർത്തോ നോർമൽ ആക്കണമെങ്കിൽ എന്താണ്? നോം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് u1 എന്തായി മാറി? 1/√2 അല്ലേ? ഇതാണ് നമ്മുടെ പുതിയ, നമുക്ക് തൽക്കാലം ഇതിനെ u2 എന്ന് വിളിക്കാം. രണ്ട് കൺഫ്യൂഷൻ ഉണ്ട്, തൽക്കാലത്തേക്ക് u2 എന്ന് വിളിക്കാം. ഇനി ഇന്നർ പ്രൊഡക്റ്റ് u2 എന്ന് കണ്ടു നോക്കുക. എന്താ വാല്യൂ കിട്ടുന്നത്? ഇന്നർ പ്രൊഡക്റ്റ് u2 1/√2 എന്താ കിട്ടുന്നത്? 1/√2 പ്ലസ് 1 ആണ്. നേരത്തെ ഇതിന്റെ നോം എന്തായിരുന്നു? 2 ആയിരുന്നു. ഇപ്പൊ ഇതിന്റെ നോം 1 ആയില്ലേ? അങ്ങനെ ഏത് ഓർത്തോഗണൽ സെറ്റിനെയും നമുക്ക് ഓർത്തോ നോർമൽ ആക്കാൻ ഓർത്തോഗണൽ സെറ്റിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നോം എക്സിന്റെ സ്ക്വയർ. ഇപ്പൊ നോം എക്സ് എന്താണ്? റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ്. നോട്ട് ചെയ്ത് വെച്ചോ.
അപ്പോൾ സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ നമുക്ക് അടുത്ത പഠിക്കാൻ പോകും. അപ്പോൾ ഇതിന്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾ ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ തിയറി ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ തിയറി എന്തായാലും പഠിക്കണം. ഓക്കെ, അപ്പം ഞാൻ ആദ്യത്തെ തിയറി പറഞ്ഞ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരും. അപ്പൊ രണ്ട് പ്രോബ്ലം ചെയ്തിട്ട് ആ പ്രോബ്ലത്തിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഈ തിയറം മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് 4 -1 0 -1 5 -1 0 1 0 -1 4. ഒരു സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാം. ഐഗൺ വാല്യൂ ഞാൻ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല, ഡയറക്റ്റ് ഐഗൺ വാല്യൂ തരാം. 3 4 6 ഇതാണ് ഇതിന്റെ ഐഗൺ വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഒരു മെട്രിക്സ് തരും. ഫസ്റ്റ് അതിന്റെ ഐഗൺ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ ഐഗൺ വാല്യൂ 3 4 6. പിന്നെ എന്താ വെച്ചാൽ ഓരോ ഐഗൺ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കണ്ടുപിടിക്കണം. ഐഗൺ വാല്യൂവിന്റെ ഡെഫിനിഷൻ എങ്ങനെയായിരുന്നു? എയുടെ ഐഗൺ വാല്യൂ ലാംഡ ആണെങ്കിൽ there exists a non-zero matrix X such that X equal to lambda X. X എന്തായിരുന്നു? ഒരു n/1 നോൺ സീറോ മാട്രിക്സ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താക്കണം? ഈ ലാംഡ എന്ന് പറഞ്ഞ ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ 3ക്ക് കറസ്പോണ്ട് ചെയ്യുന്ന ഐഗൺ വെക്ടർ കണ്ടുപിടിക്കണം. എന്താ? a മൈനസ് ലാംഡ ഐയുടെ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 ആവുന്ന എക്സസ് കണ്ടുപിടിക്കണം. അപ്പൊ എന്താ വരിക? a മൈനസ് 3 ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 ആണ്. ഐഗൺ വാല്യൂ 3 4 6. a മൈനസ് 3 ആയി ചെയ്താൽ എന്താ വരിക? 1 -1 0 -1 2 -1 0 -1 1 അല്ലേ? a മൈനസ് 3 ആയി. ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു 0 0 0. ഇനി നമ്മൾ x1 x2 x3ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത് മൾട്ടിപ്ലൈ എന്താ വരിക? ഫസ്റ്റ് റോയിനെ x1 x2 x3 എന്ന കോളം കൊണ്ട് മൾട്ടിപ്ലൈ എന്താ വരിക? x1 മൈനസ് x2 പ്ലസ് 0 x3 ഈക്വൽ ടു 0. രണ്ടാമത്തത് മൾട്ടിപ്ലൈ ചെയ്താലോ? മൈനസ് x1 പ്ലസ് 2x2 മൈനസ് x3 ഈക്വൽ ടു 0. മൂന്നാമത്തെ മൾട്ടിപ്ലൈ എന്താ? മൈനസ് x3 മൈനസ് x2 പ്ലസ് x3 ഈക്വൽ ടു 0. ഇതിൻ്റെ അകത്ത് എന്ത് പറയാം? ഇത് കളയാം, 0 x3 ഉള്ളു. അപ്പൊ x1 മൈനസ് x2 ഈക്വൽ ടു 0. എന്താ? x1 ഈക്വൽ ടു x2. മൂന്നാമത്തെ എന്ത് പറയാം? x2 ഈക്വൽ ടു x3. പറഞ്ഞൂടെ? മൈനസ് x2 പ്ലസ് x3 0 ആണെങ്കിൽ മൈനസ് x2 റൈറ്റ് സൈഡ് കൊണ്ടുവന്ന് എന്താ വരിക? x3 ഈക്വൽ ടു x2. ഇത്രയും ചെയ്താൽ മനസ്സിലായോ? ഹലോ, മനസ്സിലായി സർ. ഓക്കെ. അപ്പോൾ നമ്മൾ x1 x2 x3ന്റെ വാല്യൂ കാണണം. x1ന്റെ വാല്യൂ x1. x2നെ നമുക്ക് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം? x1 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. x1ന്റെ x2ന്റെ വാല്യൂ ഒന്നാണല്ലോ. x2നെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം? x3നെ x2 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. x2ന്റെ x1ന്റെ വാല്യൂ ഈക്വൽ ആ. അപ്പൊ എന്താ? ഈക്വൽ ടു x3 അല്ലേ? x1ന്റെ വാല്യൂ x2ന്റെ വാല്യൂ ഈക്വൽ ആണ്. x2ന്റെ വാല്യൂ x3ന്റെ വാല്യൂ ഈക്വൽ. അപ്പൊ x1ന്റെ x3ന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. അപ്പൊ x1 ഇങ്ങനെ എഴുതാം. x1 കോമൺ ആയിട്ട് പുറത്തെടുത്ത് എന്താ വരിക? 1 1 1.
ഇതാണ് നമ്മുടെ 3ക്ക് കറസ്പോണ്ടിങ് ഉള്ള ഐഗൺ വെക്ടർ. 3ക്ക് കറസ്പോണ്ടിങ് ഉള്ള ഐഗൺ വെക്ടർ എന്ന് പറയുന്നത് 1 1 1. അല്ലേ? x1 ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. 1 1 1. ഇതാണ് എന്ത്? 3ക്ക് കറസ്പോണ്ടിങ് ഉള്ള ഐഗൺ വെക്ടർ. ഇത് നമുക്ക് തൽക്കാലം u1 എന്ന് പേര് കൊടുക്കാം. ഫസ്റ്റ് ഐഗൺ വാല്യൂ λ1 കറസ്പോണ്ടിങ് ഉള്ള ഐഗൺ വെക്ടർ u1. u1ന്റെ നോം എന്താണ്? ഇന്നർ പ്രൊഡക്റ്റ് u1 എന്താണ്? ആണ്. 3 ആണ്. അപ്പൊ ഇതൊരു ഓർത്തോ നോർമൽ ആവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഓർത്തോ നോർമൽ ആവുമോ? ഇല്ല. അപ്പൊ ഓർത്തോ നോർമൽ ആവണമെങ്കിൽ നമ്മൾ എന്തോണ്ട് ഡിവൈഡ് ചെയ്യണം? ഇതിനാ നോം 3 ആണ്. നോമിന്റെ സ്ക്വയർ 3 ആണ്. അപ്പൊ എന്തോണ്ട് ഡിവൈഡ് ചെയ്യണം? നോം ഓഫ് u1 സ്ക്വയർ 3 ആണ്. അപ്പൊ നോം ഓഫ് u1 എന്താ? √3. അപ്പൊ ഇതിന് എന്തോണ്ട് ഡിവൈഡ് ചെയ്യണം? √3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ u1 എങ്ങനെ ചേഞ്ച് ചെയ്യും? 1/√3 into 1 1 1 അല്ലേ? ഇത് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ച് പോകണം. നിങ്ങൾ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒരു സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഉറപ്പായിട്ടും. u1 കണ്ടുപിടിച്ച വരെ മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ 3ക്ക് കറസ്പോണ്ട് ചെയ്യുന്ന ഐഗൺ വെക്ടർ കണ്ടുപിടിച്ചു. u1 ഓർത്തോ നോർമൽ ഐഗൺ വെക്ടർ കണ്ടുപിടിച്ചു. അത് 1/√3 into 1/√3 into 1 1 1. λ 3ക്ക് കറസ്പോണ്ട് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ എന്താക്കണം? λ 4ന് കറസ്പോണ്ട് ചെയ്യുന്നതും λ 6ന് കറസ്പോണ്ട് ചെയ്യുന്ന ഐഗൺ വെക്ടർ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പൊ λ 4 എന്ന് വെച്ചാൽ a-4i into x = 0 ആവുന്ന എക്സിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. a-4i എന്താ വരിക? 0 -1 0 -1 1 0 0 -1 0. ഇതല്ലേ a-4i? അവിടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം. ഇവിടെ നിന്ന് എന്ത് കിട്ടും? -x2 = 0. ഇവിടുന്ന് കിട്ടാൻ പോകുന്ന ഇക്വേഷൻസ് -x2 = 0. പിന്നെന്താണ്? -x1 + x2. രണ്ടാമത് വരുമ്പോഴത്തേക്ക് നമ്മൾ a-4i ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം 0 -1 അല്ലേ? വിട്ടുപോയതാ. ഓക്കെ, ശരി, കറക്റ്റ്. അപ്പൊ എന്തായി? രണ്ടാമത്തെ കൊണ്ട് മൾട്ടിപ്പിൾ എന്തായി? -x1 + x2 -x3 = 0. മൂന്നാമത്തെ ഇക്വേഷൻ എന്ത് കിട്ടി? -x2 = 0. -x2 0 ആണെങ്കിൽ x2 = 0 അല്ലേ? x2ന്റെ വാല്യൂ 0. മേലത്തും 0. അല്ല, അത് -x1 അല്ലേ വരിക? അങ്ങനെയാണോ? ഈ റോയിനെ x2ന്റെ വാല്യൂ 0 ആണ്. അപ്പൊ x2ന്റെ വാല്യൂ 0. അപ്പൊ എന്താ? രണ്ടാമത്തെ ഇക്വേഷനായി x2ന്റെ വാല്യൂ 0 കൊടുത്ത് നമുക്ക് എന്താ കിട്ടുക? -x1 -x3 = 0. അത് -x1 = x3 എന്ന് കൊടുത്തൂടെ? ഈ -x3നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്തായി?
minus x1 equal to x3. ഇനി x1 x2 x3 വാല്യൂ ആണ് നോക്കേണ്ടത്. x1 വാല്യൂ x1 എന്ന് തന്നെ കൊടുക്കുക, x2 വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടി, x3 വാല്യൂ എന്താ -x1 അല്ലേ. അപ്പൊ ഞാൻ ഇവിടുന്ന് x1 കോമൺ ആയിട്ട് പുറത്തെടുത്ത് എന്തായി 1 0 -1 ചെയ്യാൻ പോരെ. അപ്പൊ ഇതാണ് ലാംഡ ഈക്വൽ ടു 4 കറസ്പോണ്ട് ചെയ്യുന്ന ഐഗൻ വെക്ടർ. ഒന്നും കൂടെ പറയൂ. ഓക്കെ, നമ്മുടെ ഇവിടെ x1 എങ്ങനെയാ അവിടെ അങ്ങനെ വന്നേ? ഇതുവരെ മനസ്സിലായിരുന്നോ ഇത് ഇതുവരെ? -x1 ഈസ് ഈക്വൽ ടു x3 വരെ എടുത്തത് മനസ്സിലായി. -x1 ഈക്വൽ ടു x3. ഓക്കെ, നമ്മള് x1 വാല്യൂ അല്ലേ ഇപ്പൊ x3 പറഞ്ഞിരിക്കുന്നത്. x1 വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ x3 വാല്യൂ പറഞ്ഞിരിക്കുന്നത്. അതെ, അപ്പൊ x1 വാല്യൂവിനെ x1 വാല്യൂ ആയിട്ട് തന്നെ വെക്കുക, അങ്ങനെ തന്നെ വെക്കുക, ഒന്നും ചെയ്യേണ്ടതില്ല. x2 വാല്യൂ എന്താണ്? 0 അല്ലേ. x3 വാല്യൂ എന്താ? -x1. -x1. അപ്പൊ നമുക്ക് എന്താക്കി, ഒരു വെക്ടറിന്റെ ഫോമിൽ എല്ലാ വെക്ടറിനെയും കിട്ടിയില്ലേ. x1 ആണിത്, 0 × x1 അല്ലേ 0. ഓക്കെ, ഇനിന്താ -1 × x1 ആണ് -x1. ഇവിടുന്ന് x1 കോമൺ ആയിട്ട് പുറത്തെടുത്തേ 1 0 -1 മൾട്ടിപ്ലൈ ചെയ്തേക്ക് x1 0 -x1 കറക്റ്റ് അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് ലാംഡ ഈക്വൽ ടു 4 കറസ്പോണ്ട് ചെയ്യുന്ന ഐഗൻ വെക്ടർ. ഇത് ഓർത്തോ നോർമൽ ആണോ? ഇതിന്റെ നോം എന്താണ്? 1 0 -1 0 ആണോ? നോം 2 ആണ്. കറക്റ്റ്. ഇന്നർ പ്രോഡക്റ്റ് x1 എന്ന് പറയുന്നത് എന്തായിരുന്നു? സമ്മേഷൻ i = 1 to n mod xi യുടെ സ്ക്വയർ ആണ്. അപ്പൊ എന്താ mod 1 സ്ക്വയർ പ്ലസ് mod 0 സ്ക്വയർ പ്ലസ് mod -1 സ്ക്വയർ. mod -1 വെച്ചാൽ 1 തന്നെ. 1 + 0 + 1 2 അല്ലേ. അപ്പൊ നോം x1 നോം തൽക്കാലം നമുക്ക് u2 എന്ന് വിളിക്കാം. നോം u2 സ്ക്വയർ ആണ് 2. അപ്പൊ നോം u2 എന്താണ്? √2 അല്ലേ. അപ്പൊ ഇതിനാ ലാംഡ ഈക്വൽ ടു 4 കറസ്പോണ്ട് ഈ ലാംഡ ഈക്വൽ ടു 4 കറസ്പോണ്ട് ചെയ്യുന്ന ഈ ഐഗൻ വെക്ടറിനെ നമുക്ക് ഓർത്തോ നോർമൽ ആക്കണമെങ്കിൽ എന്താക്കണം? നോം 1 ആവണമെങ്കിൽ √1 ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പൊ ഇതെങ്ങനെ മാറും? u2 എങ്ങനെ ചേഞ്ച് ചെയ്യും? 1/√2 × 1 0 -1. ഇത് നിങ്ങൾ പഠിക്കാൻ സിമ്പിൾ ആണിത്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞൊരു 4-5 കോളം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് നല്ലപോലെ എക്സ്പെർട്ട് ആവും. സാറേ അത് 1/√. ഡിവൈഡ് ചെയ്യല്ലേ, ഇതിനെ √1 ഡിവൈഡ് ചെയ്യല്ലേ. (1/√2) അല്ലേ ചെയ്യുക. ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ, 1 0 -1 ഇതാണ് ഐഗൻ വെക്ടർ. നമ്മളിത് a കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ആ മെട്രിക്സിനെ 1/a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഇപ്പൊ ഒരു 6 നമ്പർ. ഓക്കെ, മനസ്സിലായല്ലോ? അത് പറയണേ. ഇപ്പം 6നെ 2 കൊണ്ട് ഇപ്പൊ നമ്മൾ ഒരു 6 എന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പറയുന്നു. ഇപ്പൊ എന്താ കിട്ടുക? നമുക്ക് 3 അല്ലേ കിട്ടുക? അതെ,
ഒരു നമ്പറിനെ ഒരു എ എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പറയുന്നത് ആ നമ്പറിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യല്ലേ? 3 തന്നെയല്ലേ ഇവിടെ? ആ അതെ, അതാ പറഞ്ഞത്. ഇപ്പൊ ഇതിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പറയുന്നത് എന്താ? ഇതിനെ 1/√2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒന്നുമില്ല, ഡിവൈഡ് ചെയ്യില്ല. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പം ലാംഡ ഈക്വൽ ടു 4 കറസ്പോണ്ട് ചെയ്യുന്ന ഐഗൺ വെക്ടർ എന്താ? 1/√2 ഇൻറ്റു 1 0 -1. ഇത് രണ്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. ഇതേപോലെ തന്നെ നമ്മൾ ലാംഡ ഈക്വൽ ടു 6 കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും കണ്ടുപിടിക്കണം. അപ്പൊ ഇതേ പ്രോസസ്സിൽ നിങ്ങൾ എന്താക്കുക, a-6i കണ്ടുപിടിക്കുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള x1 x2 കണ്ടുപിടിക്കുക, നോം 1 ആണെന്ന് നോക്കുക. നോം 1 അല്ലെങ്കിൽ എന്താക്കുക, നോം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 6ന്റെ ഞാൻ ചെയ്യുന്നില്ല, അത് നിങ്ങൾക്കുള്ള വർക്കാണ്. ഞാൻ ഡയറക്റ്റ് ആൻസർ പറഞ്ഞുതരാം. അപ്പൊ 6 കറസ്പോണ്ട് ചെയ്യാനുള്ള സാറേ അതും കൂടെ ചെയ്യുമോ? അതും കൂടെ എന്നിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് തന്നാലും മതി. ഓക്കെ. അപ്പം a-6i x = 0. അപ്പൊ എന്താ വരിക? -2 1 0 -1 -1 -1 0 -1 -2 x1 x2 x3. മെട്രിക്സ് കറക്റ്റ് അല്ലേ? എവിടെയെങ്കിലും മിസ്റ്റേക്ക് മെട്രിക്സ് പറ്റിയിട്ടുണ്ടോ? കറക്റ്റാ സാർ. ഓക്കെ. ഇല്ല. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് റോവിനെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ എന്താ വരിക? -2 x1 + x2 = 0. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടി? 2x1 = x2 അല്ലേ? ഇനി അടുത്ത ഇക്വേഷൻ നോക്കുക. അടുത്ത -x2 -x3 = 0. അടുത്ത ഇക്വേഷൻ എന്ത് കിട്ടും? -x2 2 അല്ലേ? അതെ സാർ. പറയാ x2 = രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടുക 2 = -x1 -x3 അല്ലേ? രണ്ടാമത്തെ ഇക്വേഷൻ -x2 മാത്രം റൈറ്റ് സൈഡിൽ കൊണ്ടുവരുന്നത് -x1 -x3 = x2 കിട്ടും. കറക്റ്റ് അല്ലേ? അവിടെ പക്ഷെ x2ന്റെ വാല്യൂ ഒന്നും ഇട്ട് കൊടുത്ത് ചെയ്യണ്ടേ? അല്ല, ഇത് ബാക്കി ചെയ്യാനുണ്ട്, ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യാം. ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ എന്ത് വരും? രണ്ട് സൈഡിൽ x2ന്റെ വാല്യൂ പറഞ്ഞത്. അപ്പൊ എന്ത് വരും? -2x3 -x1 -x3 ഈക്വൽ അല്ലേ? ഇത് രണ്ടും കമ്പയർ ചെയ്താൽ x2ന്റെ വാല്യൂ രണ്ടും പറഞ്ഞിരിക്കുന്നത്, രണ്ട് ഈക്വേറ്റ് ചെയ്യാം. ഇനി -x3 റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. എന്ത് വരും? -x3 സാറേ തേർഡ് ഇക്വേഷൻ -x2 = 2x3 അല്ലേ? അങ്ങനെയാണോ -2x3 എന്ന് വന്നേ? തേർഡ് ഇക്വേഷനോ? തേർഡ് ഇക്വേഷനകത്ത് -x2 = 2x3. അതാ x2 = അപ്പൊ മൈനസ് അപ്പുറത്തോട്ട് പോകുമ്പോഴല്ലേ -2x3 എന്ന് വരുന്നേ? ഇവിടുന്ന് ഈ -x മാത്രം അപ്പുറം കൊണ്ടുവരുന്ന വരാം. ഓക്കെ സാർ. അപ്പൊ എന്ത് വരും? ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്താൽ -2x3ന്റെ വാല്യൂ -x1 -x3ന്റെ വാല്യൂ ഈക്വൽ ആണ്. ഇനി -x3 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് പറ്റും? -2x3
പ്ലസ് x3 ഈക്വൽ ടു മൈനസ് x1. എന്ത് കിട്ടി? മൈനസ് x3 ഈക്വൽ ടു മൈനസ് x1 അല്ലേ? രണ്ട് സൈഡ് മൈനസ് കട്ട് ചെയ്ത് എന്ത് ചെയ്തു? x1 ഈക്വൽ ടു x3 കിട്ടിയില്ലേ? ക്ലിയർ ആയല്ലോ? എന്താണ് പറയുക? x1 x2 x3 വാല്യൂ നോക്കണം. x1 വാല്യൂ x1 ആയിട്ട് തന്നെ വെച്ചു. x2 വാല്യൂ എന്താ? 2x1 അല്ലേ? 2x1. x3 വാല്യൂ എന്താ? x1. x1 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 1 2 1. ഇതാണ് 6 കറസ്പോണ്ട് ചെയ്യാനുള്ള ഐഗൺ വെക്ടർ. ഇതിന്റെ നോം എത്രയാണ്? സിക്സ്. അപ്പം ഇതിന് ഓർത്തോ നോർമൽ ആക്കാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്? 1/√6. 1/√6 കറക്റ്റ്. അപ്പോ എന്തായി? 6 കറസ്പോണ്ട് ചെയ്തിട്ട് എന്ത് കിട്ടി? ഐഗൺ വെക്ടർ 1/√6 ഇൻറ്റു 1 2 1. 3 കറസ്പോണ്ട് ചെയ്തതായിരുന്നു 1/√3 ഇൻറ്റു 1 1 1. 4 കറസ്പോണ്ട് ചെയ്യാനുള്ളത് 1/√2 ഇൻറ്റു 1 1 0 -1. ഇനി സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ആ മെട്രിക്സിനെ കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂവിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുക. അതായത് എനെ എങ്ങനെ എഴുതാൻ പറ്റണം? λ1 ഇൻറ്റു p1 പ്ലസ് λ2 ഇൻറ്റു p2 പ്ലസ് λ3 ഇൻറ്റു p3 എന്ന് എഴുതാൻ പറ്റണം. ഈ p1ഉം p2ഉം p3 ഒക്കെ ഒരു n/n മെട്രിക്സ് ആണെങ്കിൽ p1ഉം p2ഉം p3 ഒക്കെ n/n മെട്രിക്സസ് ആണ്. ഇങ്ങനെ എഴുതാൻ പറ്റുന്നതിനാണ് എന്ത് പറയുക? സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ. നമുക്ക് ഈ λ1ന്റെ λ2ന്റെ λ3ന്റെ വാല്യൂ അറിയാം. 3 4 6 ആണ്. p1ഉം p2ഉം p3 നമ്മൾ കണ്ടുപിടിക്കണം. അത് മൂന്നും കണ്ടുപിടിച്ച് എന്താക്കി? നമുക്ക് എനെ λ1 p1 പ്ലസ് λ2 p2 പ്ലസ് λ3 p3 എഴുതാം. പറഞ്ഞു മനസ്സിലായോ? ഞാൻ ചെയ്യുന്ന ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം. പറഞ്ഞു ക്ലിയർ അല്ലേ? നോട്ട് ചെയ്ത് വെക്കണേ. ഇതാണ് u1, ഇതായിരുന്നു u2, u3. p1 എന്ന് പറയുന്നത് u1 ഇൻറ്റു u1 തീറ്റ. u1ന്റെ അതിന്റെ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് p1. p2 എന്ന് പറയുന്നത് u2ന്റെ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാണ് p2. p3 എന്ന് പറയുന്നത് u3യുടെ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഏത് ക്ലിയർ ആയോ? p1ഉം p2ഉം p3ഉം n/n മെട്രിസസ് ആണ്. നമ്മുടെ ഈ u1ഉം u2ഉം u3 എല്ലാം കണ്ടുപിടിച്ചു അല്ലേ? ഇനി p1 എന്ന് പറയുന്നത് u1 ഇൻറ്റു u1ന്റെ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് u1 തീറ്റ. p2 എന്ന് പറയുന്നത് u2 ഇൻറ്റു u2 തീറ്റ. p3 എന്ന് പറയുന്നത് u3 ഇൻറ്റു u3 തീറ്റ. നമുക്ക് p1 ഒന്ന് കണ്ടുപിടിക്കാം. u1 എന്തായിരുന്നു? 1/√2 ഇൻറ്റു 1 1 1. ഇതിന്റെ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് എന്താ വരിക? ഇതൊരു 3/1 മെട്രിക്സ് ആണ്. അപ്പം u1 തീറ്റ എന്ന് പറയുന്നത് എന്താ? 1/√3 ഇൻറ്റു 1 1 1 അല്ലേ? ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. ഇതിപ്പോ 3/1 ആണ്.
ട്രാൻസ്പോസ് എടുത്താൽ എന്ത് വരും? അത് 1/3 ആവും. എന്നിട്ട് ഓരോ എലമെന്റിനെയും അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഇപ്പൊ 1ന്റെ കോൺജുഗേറ്റ് 1 തന്നെയാണ് ഞാൻ ഒന്നും ചെയ്യായിരുന്നു. ഇവിടെയും ഇവിടെ അങ്ങനെ തന്നെയായിരുന്നു. യൂത്തീറ്റ കണ്ടുപിടിച്ച് അറിയാലോ, നിങ്ങൾക്ക് ഓൾറെഡി ചെയ്യാൻ അറിയുന്നതാണ്. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുക, എന്നിട്ട് അതിന്റെ എല്ലാ എലമെന്റിനെയും അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ബാക്കി ചെയ്യട്ടെ? അപ്പൊ എന്ത് വരും? 1/√3 ഇൻറ്റു 1 1 1. ഇത് രണ്ട് കോൺസ്റ്റൻസ് ആ. കോൺസ്റ്റൻസ് രണ്ടും പുറത്തെടുക്കാം. ഇപ്പൊ എന്ത് വരും? 1/√3 ഇൻറ്റു 1/√3 വെച്ചാൽ എന്താ? 1/3. 1 1 1 ഇൻറ്റു 1 1 1. ഇനി ജസ്റ്റ് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം, സെക്കൻഡ് ഇൻറ്റു സാറേ ഇവിടെ 1/U1 അല്ലേ, P1 അല്ലേ കാണുന്നത്? അപ്പൊ 1/√2 അല്ലേ? √3 അല്ലേ നമ്മൾ ചെയ്തത്? ഇതിന്റെ നോം 3 ഇത് U2 ആണ്. U1 എന്ന് പറയുന്നത് -1/√3 ഇൻറ്റു 1 1 1. അല്ലേ? സാറേ സാർ ആ, അപ്പൊ എന്താക്കി? മൾട്ടിപ്ലൈ എന്താ വരിക? 1/3 ഇൻറ്റു 1 1 1 1 1 1 1 1 1 അല്ലേ? മെട്രിക്സ് മൾട്ടിപ്ലൈ സാധാരണ പോലെ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം, അങ്ങനെ ഓരോ റോയിനെയും കറസ്പോണ്ടിങ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതൊരു 3/1 ആണ്, ഇതൊരു 1/3 ആണ്. അപ്പൊ കിട്ടുന്ന മെട്രിക്സ് എന്താ? ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും. റെഡി അല്ലേ? അപ്പൊ നമ്മൾ P1 കണ്ടുപിടിച്ചു. നോട്ട് ചെയ്ത് നോക്കണേ. 1/3 ഇൻറ്റു ഇതാണ് P1. ഇനി P2 കണ്ടുപിടിക്കണം. P2 എങ്ങനെയായിരുന്നു? U2 ഇൻറ്റു U2 തീറ്റ. U2ന്റെ വാല്യൂ എന്തായിരുന്നു? 1/√2 ഇൻറ്റു 1 0 - 1 ഇൻറ്റു U2 തീറ്റ ആണ് 1/√2 ഇൻറ്റു 1 0 - 1 അല്ലേ? രണ്ട് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റൻസ് പുറത്തെടുത്താൽ 1/2 ഇൻറ്റു 1 0 - 1 1 0 - 1 മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരിക? 1/2 ഇൻറ്റു 1 0 - 1 0 കൊണ്ട് മൾട്ടിപ്ലൈ 0 0 0 -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -1 0 1. P2 എഴുതിയെടുത്തോ? P1 ഉം P2. എഴുതി സർ. ഓക്കെ. ഇനി P3 കണ്ടുപിടിക്കണം. P3 ആണ് U3 ഇൻറ്റു U3യുടെ ട്രാൻസ്പോസ് കോൺജുഗേറ്റ്. U3യുടെ വാല്യൂ എന്തായാലും 1/√6 ഇൻറ്റു 1 to 1 അല്ലേ? ഇൻറ്റു 1/√6 ഇൻറ്റു 1 to 1. അപ്പൊ എങ്ങനെ മാറും? 1 രണ്ട് കോൺസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1/6 വന്നു. 1 to 1 ഇൻറ്റു 1 to 1 എന്താ വരിക? 1/6 ഇൻറ്റു 1 2 1 2 കൊണ്ട് മൾട്ടിപ്ലൈ 2 4 2 1 2 1. P3 എഴുതിയോ? ഇതാണ് P3.
എഴുതിയല്ലോ. ഓക്കെ, എഴുതി സർ. ഇനി ഏഴിനെ എങ്ങനെ എഴുതാൻ പറ്റണം? നമുക്ക് സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ ആക്കണമെങ്കിൽ λ1 ഇൻറ്റു P1 പ്ലസ് λ2 ഇൻറ്റു P2 പ്ലസ് λ3 ഇൻറ്റു P3. ഇനി λ1 P1 എന്താണ്? 3 ഇൻറ്റു 1/3 ഇൻറ്റു 111 അല്ലേ? അപ്പൊ ഇത് ചെയ്ത് നോക്കും, ഇത് എ ആണോന്ന് വെരിഫൈ ചെയ്യാം. എന്തൊക്കെയാ? 3 ഇൻറ്റു P1ന്റെ വാല്യൂ എന്താ? 1/3 ഇൻറ്റു 111 111 111. λ2ന്റെ വാല്യൂ എന്താ? 4 ഇൻറ്റു 1/2 ഇൻറ്റു ഇവിടെ വന്ന് മെട്രിക്സ് ഏതായിരുന്നു പറഞ്ഞേ? 1 0 minus 1 -1. 0 0 0 ഓക്കെ, minus 1 0 1. ഇനി λ3യുടെ വാല്യൂ 6 ഇൻറ്റു 1/6 ഇൻറ്റു 1 2 1 2 4 2 1 2 1 അല്ലേ? കറക്റ്റല്ലേ? മിസ്റ്റേക്ക് ഇല്ലാലോ? ആണ് സർ. ഇല്ല സർ. നമുക്ക് എന്ത് കിട്ടി? 3 ഇൻറ്റു 1/3 1 തന്നെ. ഓക്കെ, ഇവിടെ തന്നെ ഞാൻ ചേഞ്ച് ചെയ്യാണ്. 1 ഇൻറ്റു മാട്രിക്സ് P1. ഇനി ഇവിടെ എന്താ? 4 ഇൻറ്റു 1/2 2 ഇൻറ്റു കറസ്പോണ്ടിങ് മാട്രിക്സ് 6 ഇൻറ്റു 1/6 1. ഓക്കെ, അപ്പൊ ഇനി മാട്രിക്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക, എന്താ കിട്ടുക? കറസ്പോണ്ടിങ് എലമെന്റ് ആഡ് ചെയ്ത് നോക്കും. ഓരോന്നിന്റെയും ഫസ്റ്റ് എലമെന്റ് ആഡ് ചെയ്യാം. 1 + 2 3 + 1 4 അല്ലേ? സെക്കൻഡ് എലമെന്റ് ആഡ് ചെയ്യാം. 1 + 0 + -2 -1. തേർഡ് എലമെന്റ് ആഡ് ചെയ്താലോ? 1 + -2 -1 -1 + 1 0. അതേപോലെ തന്നെ ഇവിടെ ആഡ് ചെയ്യുന്നത് വരിക 3 5 3 അല്ലേ? 3 5 3. കറക്റ്റ് അല്ലേ? എവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എഴുതി പോയാല്? P1 ഉം P2 ഉം P3 ഒന്ന് പറഞ്ഞേ പെട്ടെന്ന്. സാറേ ആ P3 ആ, അവിടെ 1 2 1 ആയിരുന്നു. 1 -2 എന്ന് സാർ എഴുതി. ആണോ? അപ്പൊ 3 ഇൻറ്റു 1/3 ഇൻറ്റു 111 4 ഇൻറ്റു 1/2 ഇൻറ്റു P2 എന്ന് പറഞ്ഞ പെട്ടെന്ന്. 1 0 minus 1 -1 0 0 0 minus 1 0 1. ഓക്കെ. 6 ഇൻറ്റു 1/6 ഇൻറ്റു 1 2 1 1 2 1 2 4 2 4 2 2 4 2 4 2 1 2 1.
നമ്മൾ P3 ചെയ്തിട്ട് അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. P3 ഒന്നുകൂടി ചെയ്ത് നോക്കാം. P1 ഉം P2 ഉം കറക്റ്റ് ആണ്. സാറേ ആ യൂട്രിക്കകത്തെ നമ്മൾ ആ വെക്ടർ എഴുതിയില്ലായിരുന്നോ? x1 x2 ആ x3 എന്ന് പറഞ്ഞ് എഴുതി. ആ അവിടെ 1 -2 ആണോ വരുന്നതെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അവിടെ നമ്മുടെ x1 കുറെ -2 x2 എന്നല്ല എഴുതിയേ. x2 -2 x1 എന്നല്ല എഴുതിയേ. -2 അങ്ങനെയല്ലായിരുന്നു x3 എഴുതിയെ. ആ സാറ് ലാസ്റ്റ് മൈനസ് ഇട്ടിട്ടില്ലായിരുന്നുണ്ട്. മൈനസ് അപ്പൊ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. 6ന് കറസ്പോണ്ട് ചെയ്യാൻ ഐഗൺ വെക്ടർ ഒന്നുകൂടി പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം a-6 ആയി എന്താ വരിക പെട്ടെന്ന് പറഞ്ഞാൽ -2 1 -2 -1 0 -1 -1 -1 0 -1 -2 അല്ലേ? ആണ്. ഓക്കെ. അപ്പോ -2 x1 -x2 = 0. x1ന്റെ x3ന്റെ വാല്യൂ നമുക്ക് ഈക്വൽ കിട്ടിയത്. അത് ബാക്കി മൊത്തം ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ നിന്ന് എന്താക്കി x2ന്റെ വാല്യൂ എന്താ? x2ന്റെ വാല്യൂ -2 x1 അല്ലേ? അപ്പം x1 x3 ഈക്വൽ ആണ്. അപ്പൊ ഇതിന് കറസ്പോണ്ട് ചെയ്യുന്ന x1 x2 x3 എന്ന് പറയുന്നത് x1ന്റെ വാല്യൂ അങ്ങനെ തന്നെ വെച്ചു. x2ന്റെ സാർ നമ്മൾ ആദ്യം ചെയ്തപ്പോ സാറേ ലാസ്റ്റിലത്തെ നോക്കൂ. -x2 -2 x3 = 0. അവിടെ എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞു തരുമോ? മൊത്തത്തിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഈ ലാസ്റ്റത്തിന്റെ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ -2 x1 -x2 = 0 വരും അല്ലേ? അവിടെ നിന്ന് എന്ത് വരും? x2 = -2 x1 വരും. കറക്റ്റ് അല്ലേ? ഇനി ലാസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ -x2 -2 x3 = 0 വരും. അതായത് x2 എന്ന് പറയുന്നത് -2 x3. അവിടെ റെഡി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ കൺസിഡർ ചെയ്താലോ? -x1 -x2 -x3 = 0. ഇവിടുന്ന് x2ന്റെ വാല്യൂ എങ്ങനെ ഇട്ട? x2ന്റെ വാല്യൂ എന്താ? x2നെ മാത്രം അപ്പുറം കൊണ്ടുപോയി എന്താ? -x1 -x3 അല്ലേ? അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യാം. ആണ്. അപ്പൊ എന്തായി? -2 x3 -2 x3 = -x1 -x3. അപ്പൊ x3 ഒക്കെ നമ്മൾ ഒരേ സൈഡ് ആക്കുക. ഇവിടുന്ന് -x3 ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ അത് +x3. -2 x3 + x3 = -x1. -2 + 1 x3 എന്ന് വെച്ചാൽ -x3 = -x1. രണ്ട് സൈഡിൽ മൈനസ് ഉണ്ട്. കട്ട് ചെയ്താൽ എന്ത് വരും? x1 = x3 വന്നില്ലേ? ആ ഡൗട്ട് മാറിയോ? ക്ലിയർ അല്ലേ? യെസ് സാർ, കറക്റ്റ്. ഓക്കെ, കറക്റ്റ്. അപ്പൊ എന്താ? x1 x2 x3. x1ന്റെ വാല്യൂ അങ്ങനെ തന്നെ വെച്ചു. x2ന്റെ വാല്യൂ എന്താണ്? -2 x1. x3ന്റെ വാല്യൂ x1. അപ്പം x1 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 1 - 2 1. റെഡി അല്ലേ? ഓക്കെ. ഓക്കെ. ഞാൻ നേരത്തെ പെട്ടെന്ന് ഈ മൈനസ് കണ്ടില്ല. അപ്പൊ അവിടെ ഞാൻ ചിലപ്പോൾ 1 2 1 എന്നായി എഴുതിയിട്ടുണ്ടാവുക. സാർ അവിടെ 1 2 1 എന്ന് എഴുതിയത് -2 ഇട്ടില്ലായിരുന്നു. -2. അതാണ് P3യിൽ മിസ്റ്റേക്ക് പറ്റിപ്പോയത്. അപ്പൊ ഇതിന്റെ നോം 6 ആണ്. അപ്പൊ നമ്മൾ എന്ത് 1/√6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്താ? 1² + 2² + 1². 1 + 4 +
1 6 ആണ്. അപ്പോൾ 6 ആണ് നോം. അപ്പോൾ നമ്മൾ 1/√6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 1 - 2 1 1/√6 ഇതാണ് വെക്ടർ. ഇനി ഇതിന് P3 കറസ്പോണ്ടിങ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ 1/√6 ഇൻറ്റു 1 - 2 1 പെട്ടെന്ന് കണ്ടുപിടിക്കാം. എന്താ വരിക 1/6 ഇൻറ്റു ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ 1 - 2 1 - 2 4 - 2 1 - 2 1 ഇടയല്ലേ? ഇവിടെ എവിടെയും മിസ്റ്റേക്ക് പറ്റിയില്ലല്ലോ. കറക്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ P3 കണ്ടുപിടിച്ചു. ഇതാണ് P3 കേട്ടോ. നേരത്തെ എഴുതിയ P3യിൽ ഈ -2 ഇല്ലാത്തതുകൊണ്ട് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഒന്ന് റെക്ടിഫൈ ചെയ്യാം. അപ്പോൾ 3 × 1/3 × 1 1 1 4 × 1/2 × 1 0 - 1 0 0 0 0 0 0 0 -1 0 1 അല്ലേ? കറക്റ്റ്. ഇൻറ്റു 6 × P3 ഇടയില്ലേ? അപ്പോൾ 6 × 1 3 × 1/3 1 ആയി, 4 × 1/2 2 ആയി, 6 × 1/3 1. അപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്ത് എന്താ വരിക 1 പ്ലസ് പിന്നെ മൾട്ടിപ്ലൈ ചെയ്തോ, കൺഫ്യൂഷൻ ആക്കണ്ട. 2 കൊണ്ട് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരും? 2 കൊണ്ട് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 - 2 - 2 2 അല്ലേ? അതെ സാർ. ഓക്കെ, ഇനി ജസ്റ്റ് ആഡ് ചെയ്യാം. ഒരു എല്ലാം 3/3 മെട്രിക്സ് ആണ്. മെട്രിക്സ് ആഡ് ചെയ്യാൻ വെച്ചാൽ കറസ്പോണ്ടിങ് എലമെന്റ് ആഡ് ചെയ്യാം. അപ്പോൾ 1 + 2 3 3 + 1 4 വരും. 1 + 0 + -2 -1 വന്നു. 1 + -2 വെച്ചാൽ -1 + 1 0 വന്നു. എന്താ 1 0 -2 -1 1 0 4 എന്ന് വെച്ചാൽ 3 1 0 4 എന്ന് വെച്ചാൽ 5 ആണ്. ഓക്കെ, 1 + 0 + -2 എന്ന് പറയുന്നത് -1 1 -2 1 0 1 0 -2 -1 1 2 1 4 കറക്റ്റ് അല്ലേ? Yes, sir. കറക്റ്റ് ആൻസർ. നമ്മൾ A എന്ന് പറഞ്ഞ മെട്രിക്സ് എടുത്ത് ഇതായിരുന്നു. Yes, sir. അത് തന്നെ. ഇത് തന്നെയല്ലേ കറക്റ്റ് മെട്രിക്സ് അല്ലേ കിട്ടിയത്? അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടണം അല്ലേ? അപ്പൊ നമ്മൾ ഈ മെട്രിക്സിന് A എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് തന്നു. അതിന്റെ സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് അതിന്റെ ഐഗൺ വാല്യൂ λ1 λ2 λ3 കാണും. അപ്പൊ λ1 λ2 സാറേ ഇത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യനാ? 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്തായാലും ഉണ്ടാവും. ഇത് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. നിങ്ങൾ ഒരു 3-4 പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് നിങ്ങൾക്ക് അതിന്റെ ഓർഡർ മനസ്സിലാവും. വെക്ടർ എടുക്കാൻ പാടില്ല സാറേ. അത് ചെയ്യാൻ വേറെ മെത്തേഡും കൂടി ഉണ്ട്. അത് നമുക്ക് ഇതിന് 1-2 മെത്തേഡ് ഉണ്ട് ചെയ്യാൻ. ചിലർക്ക് ഈ മെത്തേഡ് ആയിരിക്കും എളുപ്പം. വേറെ മെത്തേഡും കൂടി ഉണ്ട്. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ അത് അതിന്റെ ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം നമുക്ക്. ഞാൻ നിങ്ങൾക്ക് ഒരു വർക്ക് തരാം. നിങ്ങൾ ഇന്ന് തന്നെ വർക്ക് ചെയ്യാം കേട്ടോ. ഇത് ഒരു ക്വസ്റ്റ്യൻ എവിടെ വരെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നാലാണ് നമുക്ക് ഇത് കോഴ്സ് മര്യാദയ്ക്ക് നല്ലപോലെ കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് മെട്രിക്സ് A എന്ന് പറഞ്ഞ മെട്രിക്സ്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഐഗൺ വാല്യൂ കാണാനുള്ള ഒക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? സാർ ഇതിന്റെ അതൊക്കെ ക്വസ്റ്റ്യൻ അറിയാം സാറേ. എങ്ങനെയാ ചോദിക്കുന്നത്? ഈ എ എന്നാണ് മെട്രിക്സിന്റെ സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ കണ്ടുപിടിക്കാൻ. ഫൈൻഡ് ദ Okay, സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ ഓഫ് ദ ഗിവൺ മെട്രിക്സ്. നിങ്ങൾക്ക് ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാൻ കറക്റ്റ് പഠിക്കണം കേട്ടോ. മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ ഞാൻ പറഞ്ഞിരുന്നോ? സാർ ജസ്റ്റ് പറയോ അപ്പൊ കറക്റ്റ് ആണോ? കണ്ടുപിടിക്കാൻ അറിയാം, ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാം. അപ്പൊ ഇതിന്റെ ഐഗൺ വാല്യൂ 3, 6, 8 ആണ്. അപ്പൊ ഇത് തന്നെ ഒന്ന് Okay, കണ്ടുപിടിച്ചു sir, ഇത് ചെയ്തു. തന്നെയാണോ? ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ ഇതുവരെ പഠിച്ചതും കറക്റ്റ് പഠിക്കണം. കാരണം നിങ്ങൾക്ക് ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാണ്ട് നിങ്ങൾക്ക് ഈ ലൈനുകളിൽ ഒന്നും ചെയ്യാനില്ല. അപ്പൊ അതെന്തായാലും പഠിച്ചിരിക്കണം. എല്ലാം ഐഗൺ വാല്യൂ ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ സാർ.